ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾക്ക് ധൈര്യശാലിയായ ബേസിൽ എന്ന വ്യക്തിയെക്കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-39. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരു ആശയം കൂടെ നമുക്ക് പഠിക്കാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-38-39. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഏഷ്യ മൈനറിൽ ഗലാത്യ എന്ന നഗരത്തിൽ ബേസിൽ എന്ന ഒരു ദൈവമകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അനേകർ അദ്ദേഹത്തിൽ നിന്നുള്ള സുവിശേഷം കേട്ട് അവർ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാനും ദൈവമക്കളായിട്ട് തീരുവാനും ഇടയായിട്ട് തീർന്നു. എന്നാൽ ഇത് കോൺസ്റ്റന്റാനോപ്പിളിലുള്ള അറിയൂസ് വിഭാഗത്തിൽപ്പെട്ട ബിഷപ്പിന് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല ആ സമയത്ത് അറിയൂസും പട്ടണക്കാരും ചേർന്ന് തങ്ങളിൽ വിശ്വസിക്കാത്ത അനേകരെ കൊന്നൊടുക്കി. മാത്രമല്ല ബേസിലിനോട് നീ ഒരിക്കലും പ്രസംഗിക്കരുതെന്നും താക്കീത് നൽകി. എന്നാൽ അവരുടെ ഭീതിപ്പെടുത്തലിനൊന്നും അവൻ വഴങ്ങിയില്ല. ദൈവത്തിലുള്ള ശക്തി അവൻ്റെ ശക്തിയായിരുന്നു. തുടർന്ന് അവർ അദ്ദേഹത്തെ പിടിച്ച് അന്നത്തെ ചക്രവർത്തിയായ ജൂലിയൻ്റെ അടുത്ത് കൊണ്ടുപോയി. ജൂലിയൻ്റെ പിതാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും ജൂലിയൻ ഒരു അവിശ്വാസിയായിരുന്നു. കൂടാതെ അനേക ദൈവമക്കളെ കൊന്നൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ സമയം ജൂലിയൻ പേർഷ്യൻ രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നതിനാൽ ഇത് ശ്രദ്ധിച്ചില്ല. ബേസിൽ വീണ്ടും ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കൂടാതെ വിഗ്രഹാരാധനയെ അദ്ദേഹം അങ്ങേയറ്റം എതിർക്കുകയും ചെയ്തു. ഇതിൽ ശുഭദനായ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് ന്യായാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. ന്യായാധിപൻ ബേസിലിനെ ക്രൂരമായി അടിച്ചു. തുടർന്ന് അദ്ദേഹത്തെ ചക്രത്തിലിട്ട് കറക്കിയതിന് ശേഷം ജയിലിലടച്ചു. ചക്രവർത്തി തിരിച്ചു വന്നതിന് ശേഷം ബേസിലിനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ അദ്ദേഹം കൽപ്പിച്ചു. അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പാൻ ചക്രവർത്തി ശ്രമിച്ചു. എന്നാൽ പ്രയോജനമുണ്ടായില്ല. ധൈര്യശാലിയായ ബേസിൽ ചക്രവർത്തിയോട് താങ്കൾ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നും വധിക്കപ്പെടുമെന്നും ചക്രവർത്തിയോട് പറഞ്ഞു. ഇതിൽ ക്രുദ്ധനായ ചക്രവർത്തി അദ്ദേഹത്തെ വീണ്ടും കാരാഗ്രഹത്തിൽ അടച്ചു. ചക്രവർത്തിയുടെ മരണശേഷം ബേസിൽ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ജീവിച്ചിരുന്ന നാളുകളൊക്കെയും ധൈര്യത്തോടുകൂടെ കർത്താവിനെ സാക്ഷിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ യാതൊരു ശക്തികൾക്കോ ഞങ്ങളുടെ കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് നിൻ്റെ വചനം പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ മാത്രം സ്നേഹിപ്പാനും ഞങ്ങളുടെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തെ ഭയപ്പെടാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല കുട്ടികളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ അമർത്തിയിട്ട് ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്തുമ്പോൾ ആൻറ്റി എപ്പോഴൊക്കെ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കഥ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തരും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.